പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2023-24 വർഷത്തെ ഓണപ്പരീക്ഷയുടെ 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറോട് കൂടെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആദ്യത്തെ ആക്ടിവിറ്റി നമുക്ക് ബ്രാക്കറ്റിൽ നിന്ന് ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ്. 1. ഹാദാ ഹുവൽ യോമു ഡാഷ് മിൻ ഷഹരി മായു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യോമിൻ്റെ കൂടെ ഖാമിസ് എന്നാണോ അൽ ഖാമിസത്തു എന്നാണോ അൽ ഖംസത്തു എന്നാണോ ചേർക്കേണ്ടത് എന്നാണ്. യോമ് അതിൻ്റെ കൂടെ താ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഖാമിസത്തും ഖംസത്തും ലാസ്റ്റ് അവസാനത്തിൽ താ ഉള്ളത് കൊണ്ടും ഖാമിസാണ് ഇവിടെ കൊടുക്കേണ്ടതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കണ്ടെത്താം. അതുപോലെ 2. സ്വാറ ജാബിറുൻ തൊബീബൻ. അവിടെ മാഹിറുൻ എന്നാണോ മാഹിറൻ എന്നാണോ മാഹിരിൻ എന്നാണോ ചോദ്യം. മാഹിറൻ എന്ന് വരാൻ കാരണം തൊബീബൻ എന്നുള്ളത് നസ്ബാണ്. അഥവാ സ്വാറ എന്നതിൻ്റെ ഇസ്മിന് റഫും ഖബറിന് നസ്ബുമാണ് വരേണ്ടത്. അപ്പോൾ തൊബീബൻ അതിൻ്റെ ഖബറാണ്. അതിനോട് കൂടെ വരുന്ന അതിൻ്റെ നഅത്തായിട്ടാണ് മാഹിറൻ എന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ ഇറാബാണ് അവിടെ വരേണ്ടത്, തൊബീബൻ മാഹിറൻ. 3. കാന സെയ്ദുൽ ആബിദീൻ റജുലൻ മുതസദ്ദിഖൻ. നമ്മൾ പഠിച്ചതാണ് ഉപയോഗം. മഅ അന്ന എന്നാണോ മഅ അന്നഹു എന്നാണോ മഅ അന്നഹ എന്നാണോ. ഇവിടെ സൈനുൽ ആബിദീനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു പുരുഷനാണ്, അതുകൊണ്ട് തന്നെ മഅ അന്നഹു എന്നാണ് കൊടുക്കേണ്ടത്. അന്നഹ എന്നാകുമ്പോൾ അത് മുഅന്നസ് ആകും. ഇവിടെ ഒരാളെ കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ അന്ന എന്ന് മാത്രം കൊടുത്താൽ പോരാ, അതുകൊണ്ട് അന്നഹു എന്നാണ് അവിടെ വേണ്ടത്. അടുത്തത് കൂഹുൻ. കൂഹിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ബൈത്തുൻ സഗീർ, ചെറിയ വീട് എന്നതാണ്. അടുത്തൊരു മുത്രാദിഫ് എഴുതാനാണ്. കറുബ എന്ന വാക്കിൻ്റെ അഥവാ അടുത്തു എന്നൊക്കെ നമുക്ക് മലയാളം അർത്ഥം പറയാൻ കഴിയും. അത് നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അസിഫ, ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നും ആദ മടങ്ങി എന്നുമാണ്. അപ്പോൾ ഇവിടെ അസിഫ എന്നാണ് അതിൻ്റെ മുത്രാദിഫായി വരുന്നത്. മുത്രാദിഫ് എന്ന് പറഞ്ഞാൽ അതേ മീനിങ് വരുന്ന മറ്റൊരു വാക്ക്. അടുത്തത് ബി അന്നക്ക തക്കൂനു അദീബൻ മഷ്ഹൂറൻ. അവിടെ നമ്മൾ പഠിച്ചതാണ് അന വാസിക്കുൻ. ബി അന്നക്ക വരുമ്പോൾ തീർച്ചയായും നീ അങ്ങനെ ആവും എന്ന് പറയുമ്പോൾ അത് എനിക്കുറപ്പാണ് എന്നാണ് പറയേണ്ടത്. അവിടെ അന വാസിക്കുൻ എന്നാണ് വരിക. അപ്പോൾ റാമ അന്നാന്നോ റാമ അന്നഹു എന്നോ അല്ല, അന വാസിക്കുൻ. അടുത്ത 2ാമത്തെ ആക്ടിവിറ്റി ഇഖ്റഅൽ ജുംലത വ അജിബ് ഹസ്ബ ഇർഷാദാത്ത്. ജുംല വായിച്ചിട്ട് നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താനാണ്. അൽ ഇൽമു യഹ്ദീന ഇല വദിൻ അഫ്ദൽ വ യഖൂദുന ഇലൽ അമാമി ബിതജാവുസിൽ മശഖ. അതാണ് നമുക്ക് തന്നിട്ടുള്ള ജുംല. ഇതിൽ നിന്ന് ഇഖ്തർ മുഫ്രദ കലിമത്തി ഉലൂം. ഉലൂം എന്ന് പറഞ്ഞാൽ അറിവുകൾ, വിജ്ഞാനങ്ങൾ. അതിൻ്റെ മുഫ്രദ് വാക്ക് കണ്ടെത്താനാണ്. ഇൽമുൻ നമുക്കറിയാവുന്നതാണ്, ഇൽമ് ഉലൂമ്. ബാ ഇഖ്തർ ലിദ്ദ കലിമത്ത് വറാ. വറാ എന്ന വാക്കിൻ്റെ ലിദ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. വറാ എന്ന് പറഞ്ഞാൽ ബാക്ക് എന്നാണ്, പിന്നിൽ എന്നാണ് അർത്ഥം. നമുക്ക് അമാം, ഫ്രണ്ട് അല്ലെങ്കിൽ മുന്നിൽ എന്നുള്ള വാക്ക് ഇവിടെ ഉണ്ട്, അപ്പോൾ അത് കൊടുക്കാവുന്നതാണ്. അടുത്തത് റത്തിബിൽ കലിമാത്തി ഹത്ത തുസീറ ജുംലത്തൻ സഹീഹത്തൻ. താഴെ കൊടുത്തിട്ടുള്ളത് ഓർഡർ ശരിയാക്കിയിട്ട് നല്ല ഒരു ജുംലയാക്കി മാറ്റാനാണ് പറയുന്നത്. അൽ മൈദാനി റാഷിദുൻ ലഇബ ഫി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു ഫെയിൽ ഇവിടെ ഉള്ളതുകൊണ്ട്, ലഇബ കളിച്ചു എന്ന ഫെയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ആദ്യം അത് എഴുതാവുന്നതാണ്. ലഇബ കളിച്ചു. ആരാണ് കളിച്ചത്? റാഷിദ്, ഒരു പേരുണ്ട്, അപ്പോൾ ആ പേര് എഴുതാവുന്നതാണ്. ഫെയിലിനോട് കൂടെ ഫായിൽ വരുമല്ലോ. ലഇബ റാഷിദുൻ, റാഷിദ് കളിച്ചു. എവിടെയാണ് കളിച്ചത്? ഫിൽ മൈദാനി. സിമ്പിളായിട്ട് ജുംലയാക്കി മാറ്റാൻ സാധിക്കും. അടുത്ത ദാഹിബൻ രാജു അസ്ബഹ ഇലൽ മദ്രസത്തി. അസ്ബഹ കണ്ടതുകൊണ്ട് നമ്മളതിൻ്റെ അത് ഫസ്റ്റ് വന്ന് അതിൻ്റെ ഇസ്മു ഖബറൊക്കെ വരുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അസ്ബഹ എന്ന് ആദ്യം കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇസ്മു വേണം. ഇസ്മിന് റഫ് ആണ്, ഇവിടെ രാജു എന്നുള്ളതാണ് ഇസ്മ. അസ്ബഹ രാജു, പിന്നെ അതിൻ്റെ ഖബർ വരും, അത് നസ്ബായിരിക്കും. ഇവിടെ അങ്ങനെ ഒരു വാക്കുള്ളത് ദാഹിബൻ എന്നതാണ്. അസ്ബഹ രാജു ദാഹിബൻ ഇലൽ മദ്രസത്തി. അടുത്തത് ഇഖ്തർ തസ്രീഹൻ മുനാസിബൻ ലിമാന സ്വത്തുരിൽ ആത്തി. താഴെ കൊടുത്തിട്ടുള്ള ഇത് വായിച്ചിട്ട്
ആ പദ്യഭാഗം വായിച്ചിട്ട് അതിന് യോജിച്ച സെൻറ്റൻസ് ഏതാണെന്ന് അതേ അർത്ഥം വരുന്ന സെൻറ്റൻസാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഫി സൊഫി അഗീഷു മഅൽ കുത്തുബി, കിതാബുകളോട് കൂടെ ഞാൻ ക്ലാസ്സിൽ ജീവിക്കുന്നു. ഫിൽ ബാഹത്തി അഗ്രിഖു ഫിൽ ലഅബി, ഗ്രൗണ്ടിൽ കളിയിൽ മുഴുകുന്നു. അപ്പോൾ കിതാബുകളോട് കൂടെ പുസ്തകങ്ങളോട് കൂടെ ജീവിക്കുന്നതും കളിയിൽ ഗ്രൗണ്ടിലാവുമ്പോൾ കളിക്കുന്നതുമായൊരു മീനിങ് വരണം. മദ്രസത്തി അജ്മൽ മൻസിലി വഹിയ മെഹബൂബത്തുൽ ലദയ്യ, അതല്ല, കാരണം അത് എൻ്റെ ഏറ്റവും നല്ല ഭംഗിയുള്ള വീടാണ് എൻ്റെ മദ്രസ എന്ന് പറയുന്നതാണ്. അക്റഉൽ കുത്തുബ ഫി സൊഫി വ അൽ അബു ഫി മൈദാനിൽ മദ്രസത്തി, ഞാൻ ക്ലാസ്സിൽ പുസ്തകങ്ങൾ വായിക്കുന്നു, ഗ്രൗണ്ടിൽ കളിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സെൻറ്റൻസ് വരുന്നത്. 3 അൽ ഇൽമു മിസ്ബാഹുൻ യുലി ഉൽ മുസ്തഖ്ബല, ഇൽമ് വെളിച്ചമാണ്, വിളക്കാണ്, അത് നമ്മുടെ ഭാവിയെ പ്രകാശിപ്പിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കുത്തുബ് കിതാബുകൾ എന്ന് വരുന്നതും മൈതാനിൽ കളിക്കുക എന്ന് വരുന്നതൊക്കെ രണ്ടാമത്തെ സെൻറ്റൻസിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ ശരി ഉത്തരം 2ആണ്. അടുത്തത് സിൽ ബിമ യുനാസിബു, യോജിച്ചത് എഴുതാനാണ്. ഇവിടെ 2-3 ആളുകളുടെ പേര് തന്നിട്ടുണ്ട്, അവരൊക്കെ എന്താണെന്നുള്ളത് അടുത്ത കോളത്തിൽ തന്നിട്ടുണ്ട്. അത് യോജിച്ചത് എടുത്ത് എഴുതാനാണ്. ഹാരിസുൽ ബുസ്താൻ, പൂന്തോട്ടത്തിൻ്റെ കാവൽക്കാരൻ ആരായിരുന്നു? ഷക്കൈക്കുൽ ബൽഖിയാണോ, മഴത്തൂക്കാണോ, ഷാറുൽ ലുബ്നാനിയാണോ, ഇബ്രാഹിം ഇബ്നു അദ്ഹം ആണോ? നമുക്കറിയാം കഥയിലെ നായകൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം ആയിരുന്നു തോട്ടത്തിലെ കാവൽക്കാരൻ. ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, അത് അറിയപ്പെട്ട ഒരു കവിയാണ്, ഷാഇർ ലുബ്നാനി ആണ്. ഷാഇർ എന്ന് പറഞ്ഞാൽ കവി. സദീഖു ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടുകാരൻ ആരായിരുന്നു? ഷക്കീഖുൽ ബൽഖി ആയിരുന്നു. അടുത്തത് താഴെയുള്ള ഫിക്ര വായിച്ചിട്ട് വൻഷി മിൻഹ സലാസ് അസ്ഇല, 3 ചോദ്യം ഉണ്ടാക്കണം. നമുക്ക് ഈ കോളത്തിൽ കൊടുത്ത അദവാത്തുൽ ഇസ്തിഫാമിയ ഉപയോഗിക്കാം. ചോദ്യത്തിന് ഉപയോഗിക്കാവുന്ന അദാത്തുകളാണുള്ളത്. അതുപയോഗിച്ച് 3 ചോദ്യം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം പാരഗ്രാഫ് വായിക്കാം. സാലിമുൻ ഷാബുൻ നഷീത്തുൻ യഅ്മലു ഫി സൂഖിൽ മർക്കസി. ഇവിടെ ഫസ്റ്റ് വരുന്നത് സാലിമുൻ ഷാബുൻ നഷീത്തുൻ. ഒരാളെ പേര് കണ്ടാൽ നമുക്ക് അയാളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ പെട്ടെന്നൊരു ചോദ്യം ഉണ്ടാക്കാൻ സാധിക്കും മൻ എന്ന് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം മൻ സാലിം, സാലിമാരാണ്. കാരണം ഒരാളെ പേര് ഇവിടെ ഉണ്ട്, സാലിം എന്നുള്ള പേരുണ്ട്. അപ്പോൾ അയാളെക്കുറിച്ച് പറയുന്നുണ്ടാവുമല്ലോ ഈ പാരഗ്രാഫിൽ. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചോദിക്കാൻ സാധിക്കും മൻ സാലിം, സാലിം ആരാണ്? ഒരു ചോദ്യമായി. യഅ്മലു ഫി സൂഖിൽ മർക്കസി, സൂഖുൽ മർക്കസിൽ ജോലി ചെയ്യുന്നു എന്നാണ് പറയുന്നത്, സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം? ഐന, എവിടെയെന്ന് ചോദിക്കാവുന്നതാണ്. ഐന യഅ്മലു സാലിം, സാലിം എവിടെ ജോലി ചെയ്യുന്നത്? 2 ക്വസ്റ്റ്യൻ അവിടെ തന്നെ ആയി. യഖ്റുജു ഇല സൂഖി മാഷിയൻ ഫി സാഅത്തി താസിയ സ്വബാഹൻ, പ്രഭാതത്തിൽ 9 മണിക്ക് നടന്നുകൊണ്ട് അങ്ങാടിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ എങ്ങനെ പോകുന്നു നമുക്ക് ചോദിക്കാം. എങ്ങനെയെന്ന് ചോദിച്ചാൽ കൈഫ. അപ്പോൾ കൈഫ യഖ്റുജു സാലിം ഇല സൂഖ്, അങ്ങാടിയിലേക്ക് എങ്ങനെ പോകുന്നത്? മാഷി എന്ന് പറയാം. ഇനി മത്താന്ന് വെച്ച് ചോദിക്കുകയാണെങ്കിൽ എപ്പോൾ പോകുന്നു? അപ്പോൾ ഫി സാഅത്തി താസിയ എന്ന് പറയാം. 2-3 ചോദ്യം ഞാനിവിടെ ഉണ്ടാക്കി എഴുതിയിട്ടിട്ടുണ്ട്, അത് നോക്കാവുന്നതാണ്. അടുത്തത് 12ാമത്തെ ബാസിമ മക്കാന് ബാബു. ബാബു എന്ന് വന്നിടത്ത് ബാസിമ എന്ന് ചേർത്ത് മാറ്റങ്ങൾ വരുത്തണം. നമുക്കറിയാം ബാസിമ ഒരു മുഅന്നസായ ഇസ്മാണ്, ബാബു മുദക്കറായ ഇസ്മാണ്, അഥവാ പുല്ലിംഗമാണ്, സ്ത്രീലിംഗമാണ്. ഇവിടെ പുല്ലിംഗത്തിൻ്റെ സെൻറ്റൻസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ സ്ത്രീലിംഗമാക്കി മാറ്റണം. ബാബു ദാരിസുൻ, ദാരിസുൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീലിംഗമാക്കുമ്പോൾ ദാരിസത്തുൻ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ബാസിമ ദാരിസത്തുൻ. സ്വാഭാവികമായി ആക്കിലത്തുൻ എന്നാക്കി മാറ്റേണ്ടി വരും. ഹുവ എന്നുള്ളത് ഹിയ എന്നാക്കി മാറ്റണം. യദുറുസു പുല്ലിംഗമാണ്, അത് നമ്മൾ തദ്റുസു എന്നാക്കി മാറ്റിയാൽ സ്ത്രീലിംഗമായി. ഫിസഫിൽ ആശരി, അവിടെ മാറ്റമൊന്നും വരുത്തേണ്ടതില്ല. വാലിദുഹു, അവൻ്റെ ഉപ്പ എന്നാണ് പറയുന്നത്. വാലിദുഹു അവിടെ ഹ എന്നാക്കി മാറ്റണം. മുഅന്നസാക്കുമ്പോൾ വാലിദുഹ. മുദരിസുൻ, അവിടെ മാറ്റം വരുത്തേണ്ടതില്ല, കാരണം ഉപ്പയാണ് മുദരിസ് എന്ന് പറയുന്നത്. വലഹു ഉഖ്തുൻ, ഒരു സഹോദരി ഉണ്ട് എന്ന് പറയുമ്പോൾ വലഹ ഉഖ്തുൻ എന്ന് പറയണം. അത്രയും മാറ്റങ്ങളാണ് അതിൽ വരുത്താനുള്ളത്. അടുത്തത് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനുള്ളത്. ജവഹർലാൽ നെഹ്റു അവ്വൽ റഈസുൽ വുസ്റാ ലിൽ ഹിന്ദ്, ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയാണ്. മുഹിബുൽ അത്ഫാൽ, കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആ 3 കാര്യങ്ങളും ഒരു പോസ്റ്റർ രൂപേണ എഴുതിയാൽ മതി. ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ കഴിയുന്നവർ വരച്ച് എഴുതിയാൽ അതിനുള്ള മാർക്ക് കിട്ടുന്നതാണ്.
അടുത്ത് കമ്പിൽ ഹസബന്നമത്ത് അഥവാ മുകളിൽ 2 ഉദാഹരണം തന്നിട്ടുണ്ട്, അതുപോലെ മറ്റുള്ളതൊക്കെ പൂരിപ്പിക്കാനാണ്. അഥവാ ഇവിടെ ജംഅ് മുഅന്നസ് സാലിമും ജംഅ് മുദക്കർ സാലിമും അറിയുന്നവർക്ക് പെട്ടെന്ന് എഴുതാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് കാത്തിബത്തുൻ. അതിൻ്റെ മുഅന്നസ് ജംഅ് വരുന്നത് കാത്തിബാത്തുൻ എന്നാണ്. അഥവാ ജംഅ് മുഅന്നസ് സാലിം ആകുമ്പോൾ അവസാനം അലിഫും താവും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കാത്തിബത്തുൻ എന്നുള്ളത് കാത്തിബാത്തുൻ, ദാരിസത്തുൻ ദാരിസാത്തുൻ, ലായിബത്തുൻ ലായിബാത്തുൻ, മുഅല്ലിമത്തുൻ മുഅല്ലിമാത്തുൻ. അപ്പോൾ ജംഅ് മുഅന്നസ് സാലിം അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അത് അറിയുന്നവർക്ക് ഏത് വാക്ക് തന്നാലും ജംഅ് മുഅന്നസ് സാലിം പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ ജംഅ് മുദക്കർ സാലിം മുദരിസുൻ മുദരിസൂന അവസാനം അലിഫ് വാവ് നൂന് എന്നിവ ചേർക്കുകയാണ് ചെയ്യേണ്ടത്. മുഹന്ദിസുൻ മുഹന്ദിസൂന, മുവല്ലിഫുൻ മുവല്ലിഫൂന, ബാഹിദുൻ ബാഹിസൂന. അതും വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ജംഅ് മുഅന്നസ് സാലിമും ജംഅ് മുദക്കർ സാലിമും പഠിക്കാനാണ് ഇവിടെ നമുക്ക് പഠിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് റാഷിദുൻ യബീഉൽ ഖദറവാതി വൽ ഫവാക്കിഹ്. റാഷിദ് പച്ചക്കറികളും പഴങ്ങളൊക്കെ വിൽക്കുകയാണ്. യോമൻ ജാഅത് ഇംറഅത്തുൻ ഫഖീറത്തുൻ ഇലൽ മത്ജരി വതലബത് മിൻഹുൽ ഫവാക്കിഹ ലിഔലാദിഹ. ഒരിക്കൽ ഒരു സ്ത്രീ, ഫഖീറത്തായ ദരിദ്രയായ സ്ത്രീ വരികയാണ്, തൻ്റെ മക്കൾക്കുള്ള പഴങ്ങൾ ആവശ്യപ്പെടുകയാണ്. വലാകിൻ മാ കാനത് ഇൻദഹ റൂബിയ. അവരുടെ അടുക്കൽ റുപ്യൊന്നുമില്ല, രൂപയൊന്നുമില്ല, പൈസ ഒന്നുമില്ല. എന്നിട്ട് അവരുടെ ഇടയിൽ നടന്ന ഒരു സംഭാഷണമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. സ്വാഭാവികമായും ഒരു കടയിലേക്ക് ഒരാൾ വന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് കടക്കാരനായ റാഷിദിന് ചോദിക്കാവുന്നതാണ് മാതാ തുരീദീൻ. പെണ്ണായതുകൊണ്ട് തുരീദീൻ എന്ന് ചോദിക്കാം. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ സ്ത്രീക്ക് എന്ത് പറയാം? ഉരീദ് വൽ ഖദറവാത്ത് വൽ ഫവാക്കിഹ്, എനിക്ക് പഴങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറി വേണമെന്ന് പറയാം. അല്ലെങ്കിൽ മിൻ ഐന അൻത, നീ എവിടുന്നാണ് വരുന്നത്, താങ്കൾ എവിടുന്നാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിക്കാം. അമിനൽ ഖറിയത്തി, ഗ്രാമത്തെന്ന് പറയാം. അങ്ങനെ 1-2 സെൻറ്റൻസ് നമുക്ക് അവിടെ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കാമല്ലോ. അപ്പോൾ പഴങ്ങളും ആണ് വേണ്ടതെന്ന് പറഞ്ഞാലും ഏത് പഴമാണ് വേണ്ടതെന്ന് കടക്കാരൻ ചോദിക്കുമല്ലോ. അപ്പോൾ അയ്യു ആഹിദിൻ അന്തി തുരീദീൻ, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ മിൻ ഫളിക്ക് എഴുത്തി മാ മല്ലത്തി തുരീദു ലൈസ ഇന്തി ഫുലൂസ്. അപ്പോൾ അവർ പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നോളൂ, എൻ്റെ അടുക്കൽ എന്തില്ല, പണമൊന്നുമില്ല. അപ്പോൾ റാഷിദ് പറയാണ്, എന്നാൽ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ, തആൽ മഅി ഇലാ ബൈത്തി, എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ, എൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഭക്ഷണം നൽകാം. ഭക്ഷണത്തിന് വേണ്ടിയാണല്ലോ ഇവർ ചോദിക്കുന്നത്. അപ്പോൾ സ്ത്രീ എന്തായിരിക്കും പറയാ? എനിക്കല്ല, എൻ്റെ മക്കൾക്കാന്ന് പറയണം അല്ലേ. അപ്പം ലീ, എനിക്കുണ്ട്, ഔലാദുൻ, മക്കളുണ്ട്, ഹാദിഹി ഫവാക്കിയ ലഹും, ഈ പഴങ്ങൾ അവർക്കുള്ളതാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ കൂട്ടിച്ചേർത്ത് അങ്ങനെ വലിയ ഒരു സംഭാഷണം തന്നെ അവിടെ ഉണ്ടാക്കി തീർക്കാവുന്നതാണ്. അടുത്തത് റത്തിബിൽ ജുമലൽ ആതിയ ഹത്ത തസീറ ഹിക്കായത്തൻ. താഴെ കൊടുത്തത് നമ്മൾ പഠിച്ച ഒരു കഥയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് ഓർഡർ മാറിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓർഡർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ഫറഅത്ത് ലൈല കൂഹൻ ബിജാനിബിൽ മൈദാൻ. എന്ത് ചെയ്തു? ഒരു കൂഹിനെ അവൾ കണ്ടു, ലൈല കണ്ടു എന്നാണ്. ദാത്ത മസായിൻ കാണത്ത് ലൈല തംഷി മഅ വാലിദിഹ ഫിൽ മൈദാനി. അങ്ങനെ രണ്ടാമത്തത് വൈകുന്നേരത്ത് ലൈല ഉപ്പയുടെ കൂടെ നടക്കുകയായിരുന്നു എന്നാണ്. ഫീഹു ഉമ്മുൻ ഫഖീറത്തുൻ വമഅഹ സബഅതു ഔലാദിൻ. അവിടെ ഒരു ഉമ്മയുണ്ട്, 7 മക്കളുണ്ട്. വലമ്മ ഖറുബ വഖ്തുൽ ഇശാഇ അറാദ ബിർ റുജൂഇ. ഇശാഇൻ്റെ സമയമായപ്പോൾ മടങ്ങാൻ ഉദ്ദേശിച്ചു. ആ നടത്തത്തിൽ നിന്ന് മടങ്ങാൻ ഉദ്ദേശിച്ചു എന്നർത്ഥം. ഇപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഫസ്റ്റ് ഏതാണ് സെക്കൻഡ് ഏതാണെന്നൊക്കെ. കാനത്ത് മലാബിസുഹും സൗദാ ഉ കല്ലലാം. അവരുടെ വസ്ത്രങ്ങൾ ഇരുട്ട് പോലെ കറുത്തതായിരുന്നു. വഹബത്ത് ലൈല ലഹും ഹിബാത്തിൻ കസീറ. എന്ത് ചെയ്തു? ലൈല അവർക്ക് ഒരുപാട് ഹിബത്തുകൾ നൽകി, സമ്മാനങ്ങൾ നൽകി. അപ്പോൾ ഇതിലാദ്യം അവർ നടക്കുകയായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത് വരേണ്ടത്. ദാത്ത മസായിൻ കാണത്ത് ലൈല തംഷി മഅ വാലിദിഹ ഫിൽ മൈദാനി അല്ലേ ഒന്നാമതായി. അപ്പോൾ 1 അതാണ്. 2 അവർ മടങ്ങാൻ ഉദ്ദേശിച്ചു എന്നുള്ളത് നമുക്ക് കൊടുക്കാവുന്നതാണ്. വലമ്മ ഖറുബ വഖ്തുൽ ഇശായി അറാദ ബിർ റുജൂഇ. 3 അവർ ഇനി കൂഹനെ കാണുന്നതാണ്. ഒന്നാമത്തത് ഫറഅത്ത് ലൈല കൂഹൻ, ചെറിയ വീട് കണ്ടു. കൂഹ എന്താണെന്നുള്ളത് ഫസ്റ്റ് ചോദ്യത്തിലുണ്ടായിരുന്നല്ലോ. പിന്നെ അവിടെ ആരുണ്ടായിരുന്നത് ആ കൂഹിൽ? ഒരു ഉമ്മുൻ ഫഖീറത്തുൻ വമഅഹ സബഅതു ഔലാദിൻ. അപ്പോൾ അതാണ് 4 കൊടുക്കാവുന്നത്. പിന്നെ അവരുടെ വസ്ത്രങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു എന്ന് പറയുന്നുണ്ട്, അത് 5 കൊടുക്കാം.
അവർക്ക് ലൈല സമ്മാനങ്ങൾ നൽകിയെന്ന് പറയുന്നുണ്ട്. അത് 6-മതായും കൊടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെയാണ് അത് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. പ്രൊഫൈൽ അസയ്യിദ് മുഹ്യിദ്ദീൻ അഹമ്മദ് ബിൻ ഖൈറുദ്ദീൻ അൽ മഷ്ഹൂർ ബിലഖബി അബുൽ കലാം ആസാദ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ് ആദ്യം പറഞ്ഞത്. മുഹ്യിദ്ദീൻ അഹമ്മദ് ബിൻ ഖൈറുദ്ദീൻ അൽ മഷ്ഹൂർ. ബിലഖബി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. അബുൽ കലാം ആസാദ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഉലിദ് ബി മക്ക അൽ മുക്കറം, എവിടെയാണ് ജനിച്ചിരുന്നതെന്നും വർഷവും അവിടെ പറയുന്നു. പിന്നെ എവിടെ പഠിച്ചിരുന്നത് എന്നാണ് ജാമിൽ അസ്ഹർ ബിൽ ഖാഹിറ, അസ്ഹർ യൂണിവേഴ്സിറ്റിയിലാണെന്നുള്ളത് പറയുന്നു. പിന്നെ അദ്ദേഹം എന്തായിരുന്നു? അവൽ വസീർ തർബിയത്ത് വ താലീമിൽ ഹിന്ദി, ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ രചനകൾ തർജുമാനുൽ ഖുർആനും അൽ ഹിന്ദ് തദഫുർ ബിൽ ഇസ്തിഖ്ലാൽ, ആ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് പറഞ്ഞത്. തുവഫിയ ബി ന്യൂഡൽഹി, അപ്പോൾ എവിടെയാണ് മരണപ്പെട്ടത് എന്നും ആ വർഷവും സമയവും അവിടെ പറയുന്നു. ഇനി നമുക്ക് ഇതൊരു ബയോഡാറ്റ ആക്കി മാറ്റണം. അദ്ദേഹത്തിൻ്റെ ഇസ്മുൽ കാമിൽ, പൂർണ്ണരൂപം പേര് എന്തായിരുന്നു? മുഹ്യിദ്ദീൻ അഹമ്മദ്. ഉപ്പാൻ്റെ പേര് ഖൈറുദ്ദീൻ. അതുപോലെ നമുക്ക് ഇനി അവിടെ എന്ത് കൊടുക്കാം? അദ്ദേഹം ജനിച്ച വർഷം കൊടുക്കാവുന്നതാണ് അല്ലേ? താരീഖുൽ മീലാദ് അഥവാ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാവുന്നതാണ്. വർഷം മാത്രമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ വർഷം നമുക്ക് എഴുതി കൊടുക്കാം. ഡേറ്റും മാസവും പരാമർശിച്ചിട്ടില്ല. മക്കാനുൽ മീലാദ് അങ്ങനെ ഒന്ന് കൊടുക്കാവുന്നതാണ്. ജനിച്ച സ്ഥലം അല്ലേ? പ്ലേസ് ഓഫ് ബർത്ത് മക്ക. അദ്ദിറാസ, അദ്ദേഹം എവിടെയാണ് പഠനം നടത്തിയത്? ജാമിഅൽ അസ്ഹർ അവിടെ ഉണ്ട്. അൽ മൻസിബ് എന്താണെന്നുള്ളതും അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ലഖബ് കൊടുക്കാവുന്നതാണ്. ബി ലഖബി എന്ന് പറഞ്ഞ് ഫസ്റ്റ് ലൈനിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ലഖബ് എന്താണ്? അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന നാമം, വിളിപ്പേര് എന്താണ്? അബുൽ കലാം ആസാദ് എന്നാണ്. പിന്നെ മുഅല്ലഫാത്ത് കൂടെ നമുക്ക് എഴുതി ചേർക്കാം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ 2 അവിടെ പറഞ്ഞിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇനി അവിടെ മരണ ഡേറ്റ് ആണെങ്കിൽ, വർഷമാണെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ്. അടുത്തത് വസർ സെയ്ദ് MT വാസുദേവൻ നായർ ഇലൽ മദ്രസത്തിക ബിമുനാസബത്തി യോമിൽ ഖിറാഅ അഇദ്ദ ഇസ്തിബ്യാനൻ ലിൽ മുഖാബലത്തി മഅഹു ബിമുസാഅദ നിഖാത്ത് താലിയ. അങ്ങനെ നിങ്ങളുടെ മദ്രസയിലേക്ക് MT വാസുദേവൻ നായർ വരികയാണ്. വായനാ ദിനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹവുമായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവിടെ കുറച്ച് ഹിൻസൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് ചോദിക്കാവുന്നതാണ്. ഉസ്രത്താണ് ആദ്യമുള്ളത്, അപ്പോൾ ഉസ്രത്തിനെ കുറിച്ച് ചോദിക്കാം. ഉസ്രത്തിനെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടാം അല്ലേ? ബയ്യിൻ ഉസ്രത്തിക്കാന്ന് ചോദിക്കാം. അങ്ങനെ ഉസ്രത്തിനെ കുറിച്ച് നമുക്ക് ഒരു ചോദ്യം ഉന്നയിക്കാവുന്നതാണ്. ദിറാസത്തെ പഠനത്തെക്കുറിച്ചും അതുപോലെ ചോദ്യം ചോദിക്കാം. പഠനം ഏതുവരെ പഠിച്ചു എന്നുള്ളതോ, അല്ലെങ്കിൽ പഠനത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കുമെന്നോ, അല്ലെങ്കിൽ പഠനത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞാലും, അതെങ്ങനെ അറബി പറയാം? അഖ്ബർനി, എന്നെ അറിയിച്ചാലും അല്ലേ? അനിദ്രാസ്തിക, താങ്കളുടെ പഠനത്തെക്കുറിച്ച്, അങ്ങനെ ഓരോന്ന് ചോദിക്കാവുമ്പോൾ അല്ലഫാത്ത് ഏതൊക്കെയെന്ന് ചോദിക്കാം. പിന്നെ ഹിവായത്ത് എന്താണെന്ന് ചോദിക്കാം. അങ്ങനെ ഇവിടെ നൽകിയതൊക്കെ നമുക്കൊരു ചോദ്യമാക്കി മാറ്റി അദ്ദേഹത്തോട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ അവസാനം നസീഹത്തുൽ തുല്ലാബ്, വിദ്യാർത്ഥികൾക്കുള്ളൊരു ഉപദേശവും ചോദിക്കുന്നുണ്ട്. അതിന് ചോദ്യമാക്കി മാറ്റാവുന്നതാണ്. എല്ലാം മിൻ ഫദ്ലിക്ക് എന്ന് മുമ്പ് എഴുതി ചേർത്ത് ഒരു ചോദ്യം ചോദിച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാം. മിൻ ഫദ്ലിക്ക് എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്നാണ്. അപ്പോൾ അത് നൽകിയാലും അങ്ങനെ ചെയ്യാവുന്നതാണ്. അടുത്തത് അഇദ്ദ മുദക്കിറത്തൻ അനിൽ ഖറിയത്തി ബിമുസാഅദത്തി നിഖാത്തി താലിയ. ഒരു ഗ്രാമത്തെക്കുറിച്ചൊരു മുദക്കറ എഴുതാനാണ് താഴെ കൊടുത്തിട്ടുള്ള ഹിൻസുകൾ ഉപയോഗിച്ച്. അഷ്ജാറുൻ വ അസ്ഹാറുൻ മസാരിയും ഹക്കൂലുൻ മദ്രസത്തുൻ ഹക്കൂമിയ മൈദാനും വാസിയും ബുയൂത്തുൻ കസീർ യഈസുൻ നാസു ബിസലാമ. ഇത്ര ഹിൻസുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. മരങ്ങൾ, പൂക്കൾ, വയലുകൾ, കൃഷിയിടങ്ങൾ, മദ്രസ, അതുപോലെ വിശാലമായ ഗ്രൗണ്ട്, ഒരുപാട് വീടുകൾ, ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നു. ഇതൊക്കെയാണ് ഹിൻസ്. അതൊക്കെ ചേർത്ത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ആദ്യ കറിയത്തും ജമീല ഫിഹ, അതിലുണ്ട് എന്തൊക്കെയുള്ളത്? അഷ്ജാർ, അസ്ഹാറുണ്ട്. അതുപോലെ അതിലെന്തുണ്ട്? മസാരിയും ഹക്കൂലുണ്ട്. അവിടെ ചേർക്കാവുന്നതാണ്. വക്കദാലിക്ക, അപ്രകാരം തന്നെ ഫിഹ, അതിലുണ്ട് മസാരിയും ഹക്കൂലും. പിന്നെ ഇവിടെ നൽകിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും മസാരിയിലും ഹക്കൂലിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവുമല്ലോ. അങ്ങനെ സെൻറ്റൻസ് നമുക്ക് കൂട്ടിച്ചേർക്കാം. വയഅമലുൽ ഉമ്മാലു, ജോലിക്കാർ ജോലി ചെയ്യുന്നു. ഫിഹ, അതിൽ. അത് നമ്മളെ സ്വന്തം ഒരു ഉണ്ടാക്കിയ ഒരു പാരഗ്രാഫ്, ഒരു സെൻറ്റൻസ് അങ്ങനെ കൊടുക്കാവുന്നതാണ്. യഅമലുൽ ഉമ്മാലു ഫിഹ. അതുപോലെ പിന്നെ മദ്രസ ഹുക്കൂമിയനെ പറ്റി പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ കൊടുക്കാം. വഫി ഹാദിയിൽ ഖറിയത്തി
മദ്രസത്തുൻ ഹുക്കൂമിയ്യ, ആ കറിയത്തിൽ മദ്രസ ഹുക്കൂമിയ്യ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ എന്താണ് മദ്രസയിൽ എന്താ സംഭവിക്കുന്നത്? കുട്ടികൾ പഠിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സെൻറ്റൻസ് കൊടുക്കാം. വയദ്റുസു അത്തുല്ലാബു ഫിഹ, സിമ്പിളായിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ മൈതാനും വാസിയുണ്ട്, അവിടെ എന്താ ചെയ്യുക? കുട്ടികൾ കളിക്കും. അപ്പോൾ ഞങ്ങൾ കളിക്കും നമുക്ക് എങ്ങനെ എഴുതാം? നെൽ അബു ഫിഹ എന്ന് എഴുതാൽ മതി, അതിൽ കളിക്കും. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഓരോന്ന് ഇടയിൽ ചേർത്ത് കൊടുത്താൽ നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കും. അതിൽ കുറേ വീടുകളുണ്ട്, കുറേ ജനങ്ങളുണ്ട്, അവർ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നു, അത്രയും കാര്യങ്ങൾ. അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് അവസാനം തന്നിട്ടുള്ളത്. ഒരു ബോക്സ് നൽകിയിട്ടുണ്ട്, അതിൽ ഒരു 4 ചോദ്യം താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഉത്തരം ബോക്സിൽ നിന്ന് കണ്ടെത്താനാണ്. ഇസ്മ് എന്ന് പറയുന്നതിൻ്റെ താഴെയൊക്കെ പേരുകളായിരിക്കും. മൻസിബ് എന്താണ് അവർ വഹിച്ചിരുന്നത് എന്നായിരിക്കും. മീലാദ് അവരുടെ ജന്മവർഷമായിരിക്കും, സ്ഥലമായിരിക്കും. ചോദ്യങ്ങൾ നോക്കിയിട്ട് അതിൽ നിന്ന് എടുത്ത് എഴുതാവുന്നതാണ്. ഐന വുലിദ സയ്യിദ് അലി അഹമ്മദ് ബാക്കസീർ. അലി അഹമ്മദ് ബാക്കസീർ എവിടെയാണ് ജനിച്ചത്? സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇസ്മ് എന്നുള്ള കോളത്തിൽ നിന്ന് അലി അഹമ്മദ് ബാക്കസീർ എവിടെ നോക്കുക, അതിന് നേരെ മീലാദ് എന്ന കോളത്തിലുള്ളത് എഴുതിയാൽ മതി. ഇന്തോനേഷ്യ അല്ലേ? എവിടെ ജനിച്ചിരുന്നത്? ഇന്തോനേഷ്യ. വർഷം ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. മൻ കാന ദക്തൂറു APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം ആരായിരുന്നു അല്ലേ? ആരായിരുന്നു എന്നാണ്. മൻസുബിൻ്റെ താഴെയുള്ളത് എഴുതിയാൽ മതി. APJ അബ്ദുൽ കലാമിൻ്റെ, ദക്തൂർ അബ്ദുൽ കലാമിൻ്റെ നേരെ മൻസുബിൽ അർ-റഈസു സാബിഖ് ലിൽ ഹിന്ദ് അത് എഴുതിയാൽ മതി. മൻ കാന ഉളുവൻ ഫിത്തിഹാദിൽ കുത്താബിൽ അറബ്. അറബികളുടെ യൂണിയനിൽ അംഗത്വം ഉണ്ടായിരുന്നത്, എഴുത്തുകാരുടെ യൂണിയനിൽ അംഗത്വം ഉണ്ടായിരുന്നത് ആരായിരുന്നു? ഇവിടെ മൻസുബിൽ നോക്കണം. ഉളുവുത്തിഹാദ് കുത്താബ് ആരുടെ നേരെയാണ് എഴുതിയിട്ടുള്ളത്? സ്വാലിഹ് മഹ്മൂദ് ഹവാരി. അപ്പോൾ അതാണ് ഉത്തരം. ഫി അയ്യി സനത്തിൻ വുലിദ ജുബ്രാൻ ഖലീൽ ജിബ്രാൻ. ജുബ്രാൻ ഖലീൽ ജിബ്രാൻ ഏത് വർഷമാണ്? ഫി അയ്യി സന എന്നാണ് ചോദിച്ചത്, അപ്പോൾ ആ വർഷമാണ് എടുത്ത് എഴുതേണ്ടത്. ഓക്കെ, ഇത്തരമാണ് നമ്മുടെ 10ാം ക്ലാസ്സിലെ കാക്കൊല്ല പരീക്ഷയുടെ ആൻസർ കീ ഉള്ളത്. വളരെ സ്പീഡിൽ പോയത് കൊണ്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ സമയം ഒന്ന് സ്ലോ ആക്കിയിട്ടും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്.